അയ്യോ, ഉച്ചക്ക് വരുമ്പോൾ പപ്പടം വാങ്ങാൻ പറയട്ടെ. പപ്പടം ഇല്ല. ഉച്ചക്ക് കറിന് പപ്പടമൊന്നുമില്ല, മീനും കിട്ടുന്നില്ല. ഇപ്പോൾ ഓരോട് വിളിച്ച് പറയട്ടെ, ഉച്ചക്ക് ഉണ്ണാൻ വരൂലേ. ഉച്ചക്ക് ഓറ് വരുമ്പോൾ കറി മാത്രം, പാവക്ക കറി മാത്രമുള്ളതുകൊണ്ട് ഓറ് ഉണ്ണൂല, ഓറ് തിന്നൂല. അപ്പാട് എൻ്റെ തലയിൽ വരും, ദേഷ്യപ്പെടും. ഇപ്പം തന്നെ പപ്പടം വാങ്ങാൻ പറയട്ടെ. ഓഫീസ് കഴിയുമ്പോൾ ലഞ്ച് സമയം ആവൂലേ, അപ്പം പറയാം. ഇപ്പം തന്നെ വിളിച്ച് പറയട്ടെ. ഇതാരാ വിളിക്കുന്നത്? ഹലോ ഹലോ, ആരാ? ആരാന്നാ? ഞാൻ നിങ്ങളെ ഭാര്യ. ചിന്നപ്പൊണ്ണാ? എന്താ? ഞാൻ ഇപ്പോൾ വർക്കില്ല. ഉച്ചക്ക് ഉണ്ണാൻ നിങ്ങൾക്ക് പാവക്ക കറിയാ? എന്ത് പാവക്ക കറിയാ? എനിക്ക് പാവക്ക കറിയൊന്നും ഇഷ്ടമല്ല ചിന്നപ്പൊണ്ണ്. തുള്ളണ്ട. അതാ നിങ്ങളോട് പപ്പടം വാങ്ങാൻ പറഞ്ഞ. നിങ്ങൾ തുള്ളൂന്നറിയാം. ശരി, ഞാൻ വാങ്ങിക്കൊണ്ട് വരാം. വാങ്ങിച്ചു കൊണ്ടോ, മറക്കില്ലെങ്കിൽ പാവക്ക കറിയും ഉണക്കുമായി. അപ്പം ഇങ്ങനൊരു ചിക്കൻ മട്ടൻ ഉണ്ടാ, ഒരു പാവക്ക കറിയും ഉണ്ട്, സാമ്പാറും ഉണ്ട്. എന്നാ തുള്ളുന്ന്, വൈകിട്ട് തിന്നാൻ മാത്രം അറിയുന്നുണ്ടല്ലോ. പാവക്ക കറി വെച്ചോണോന്ന്, ഇല്ലെങ്കിൽ ഓരോ അമ്മേനെ വിളിച്ചോറെ, എന്നെ വിളിക്കും. വാ വസന്തി ചേച്ചി. അതൊന്നുമില്ല, എൻ്റെ പുരുഷനോടാ പപ്പടം വാങ്ങാൻ പറഞ്ഞതാ. ഇങ്ങനത്തെ ആള്. അതെ ഞാൻ കടയിൽ പോയിട്ട് വീട്ടില് കൂട്ടാനൊന്നുമില്ല, അതുകൊണ്ട് ഞാൻ ഈ പപ്പടം വാങ്ങാൻ പോയതാ. സെയിം പീസ്. അതെ പൂമാരിക്ക് ബിസ്ക്കറ്റും വേണോന്ന് പറഞ്ഞതാ. ഓക്കെ ഇങ്ങ് പോയിട്ട് ചിന്നപ്പൊണ്ണ്. അമ്മ പോവൂ. എന്താ നല്ല സിനിമ, സൂപ്പർ സിനിമ, ലാലേട്ടൻ്റെ. ലാലേട്ടാ. ഞാൻ അടിച്ചാൽ അങ്ങോട്ടെ, നീ അടിച്ചിട്ട് ഇങ്ങോട്ടെ, ചേരമത്തെ. എൻ്റെ ചിന്നപ്പൊണ്ണ് നല്ല പാട്ട്, എൻ്റെ ചിന്നപ്പൊണ്ണ് നല്ല സിനിമയുണ്ടോന്ന് മൂവി. അതെ ലാലേട്ടൻ്റെ മൂവി. എൻ്റെ പോട്ടെ, എനിക്ക് ഫുഡ് എടുക്ക് വേറോ. പപ്പടം ഇല്ല. എടുക്കാം.